കുക്കുടുസ്വാമി. എനിക്കറിയായിരുന്നു ഇത് അവിടുന്ന് വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. കുക്കുടുസ്വാമി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വിടുള്ളൂ. കുക്കുടുസ്വാമിയാണ് പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. പട്ടിക്കുഞ്ഞേ അല്ല വീടിന് അനുഗ്രഹത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ എന്റെ പൊന്നുമോനെ ഞാൻ വിചാരിച്ചില്ല അമ്മയാന്നേ ടെൻഷൻ അടിച്ചിട്ട്. അയാള് മഹാനല്ലേ കുക്കുടുസ്വാമി? അയാൾ പറഞ്ഞ എനിക്കറിയാം. ഇത് കേക്ക അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, മോൻ ഇനി ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ല വേറെ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ ഏതെങ്കിലും പെമ്പിള്ളേരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ മോൻ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്ത് തന്നാൽ മതി. എനിക്ക് വയ്യ, ഞാനങ്ങ് പേടിച്ചിരിക്കുവായിരുന്നു. മക്കള് സമ്മതിക്കും. നമുക്കൊരു പ്രായം കഴിയുമ്പോ കുടുംബത്തിന്റെ പ്രാരബ്ധം നമ്മുടെ തലയിൽ കയറും അല്ലെ. ഞാൻ ഇത് ഏറ്റെടുത്തോളാം. ഞാൻ അമ്മയുടെ സന്തോഷത്തിനും കുടുംബത്തിന്റെ സന്തോഷത്തിനും വേണ്ടി ഞാൻ കല്യാണം കഴിക്കാം. പിന്നെ അമ്മ ഏതെങ്കിലും പെണ്ണിനെ അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്കൊരു കാര്യമുള്ളതെന്ന് പറയാം, എനിക്കൊരു ജോലിയില്ലല്ലോ. അതെ, അപ്പൊ എന്റെ ചെലവൊക്കെ എങ്ങനെ നടത്തും? ചെലവ് ഇപ്പൊ മോനും പെണ്ണിനും കിളിക്കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന പോലെ അല്ലേ ഉള്ളൂ അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അതൊക്കെ അമ്മയും അച്ഛനും നോക്കിക്കോളാം. കിളിക്കുഞ്ഞ് ഇടയ്ക്ക് മുട്ടയിട്ടാലോ? എനിക്കൊരു 5-6 മക്കള് വന്നാലോ? പിന്നെ ആലോചിക്കാം. എന്തായാലും മക്കള് സമ്മതിച്ചല്ലോ. മോൻ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം കാണിക്കാൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ബ്രോക്കറിന്റെ 2-3 പെമ്പിള്ളാരുടെ ഫോട്ടോ ഞാൻ കാണിക്കട്ടെ. ഏത് പെണ്ണിനെ കാണിച്ചാലും അമ്മ സമ്മതിക്കും. എന്റെ കല്യാണ മാമൻ ഈഗോടിച്ചിരിക്കുക. മാമൻ സെലക്ട് ചെയ്യട്ടെ. മാമൻ നല്ലൊരു പെണ്ണിനെ നോക്കിത്താ. മാമ അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്റെ പൊന്നുമ സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ നടത്തോട്ടെ, ചിലപ്പോ കുടുംബം നശിച്ചു പോയാലോ. ഇല്ല, ഞായറാഴ്ച പോയി കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. എത്രയും പെട്ടെന്ന് മാമൻ സെലക്ട് ചെയ്ത പെണ്ണിന് എനിക്ക് ഓക്കെ ആണെങ്കിൽ. അമ്മേ, ഒരാള് തുപ്പലില്ലാതെ മരിച്ചു പോകും. അത് സാധനം തിരിച്ചു മേടിക്കട്ടോ. ഞാൻ നിന്നോട് പണങ്ങി ഞാൻ മിണ്ടത്തില്ല, ഞാൻ പോവാം. ഏതാന്ന് വെച്ചാ മോൻ കണ്ടുപിടിച്ച് മോനെ നടുക്കത്തെ പേജ് നാനല്ലേ നടുക്കത്തെ പേജിൽ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അതൊന്ന് ആലോചിച്ചാലേ. നിന്റെ മാമൻ പറഞ്ഞു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. ഈ പ്രായത്തിൽ നിന്റെ മാമൻ ഒരു കല്യാണം കഴിക്കണം. നാണമുണ്ടോ? നാണമുണ്ടോ? ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തോ കഴിഞ്ഞില്ല നിങ്ങൾ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കട്ടെ. ഞാൻ കല്യാണം കഴിക്കട്ടെ, അമ്മ വെച്ച് കയറ്റിക്കും. അതാ അതുമല്ല, ഇത്രയും നാളാവതുള്ള കാലത്ത് കല്യാണം കഴിക്കാതെ നിങ്ങൾ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് എന്തോ എടുക്കാനും. ഞാൻ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് എന്തോ ചെയ്യാനില്ലേടി? പാളം തെറ്റി പോകുന്ന ട്രെയിന് സ്റ്റേഷനിൽ തന്നെ നിർത്തണമെന്നില്ല, എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു നിന്നാ മതി.